അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള KNM ജില്ലാ സംസ്ഥാന നേതാക്കളായ ബാപ്പുസേട്ട് അവറകൾ, സലാഹുദ്ദീൻ മദനി, ഇസ്മായിൽ സാഹിബ് പള്ളുരുത്തി, മറ്റു MGM ജില്ലാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, കൈകോർക്കാം തിന്മക്കെതിരെ ഒരുമിക്കാം നന്മക്കായി എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില ഗൗരവപ്പെട്ട ചിന്തകൾ നിങ്ങളുമായി ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ സംസാരിക്കണം എന്നതാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചു പറഞ്ഞയച്ചതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ല ജിന്നിനെയും മനുഷ്യനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞയച്ചതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ സൂക്തം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണവും ജീവിതവും സൃഷ്ടിച്ചവൻ എന്തിനു വേണ്ടിയാണ് അത് എന്ന് പഠിപ്പിച്ചത് ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് നിരീക്ഷിക്കുവാനും പരീക്ഷിക്കുവാനും വേണ്ടിയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും ആ നന്മയിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതുമാണ് ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ നന്മയിലൂടെ മുന്നോട്ട് പോയാൽ അതുവഴി എനിക്ക് എന്താണ് ലഭ്യമാവുക? അതിന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന മറുപടി വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അർളുസ് സമാവാതു വൽ അർള്. നിങ്ങൾ അള്ളാഹുവിന്റെ പക്കലുള്ള പാപമോചനത്തിലേക്കും അള്ളാഹുവിന്റെ പക്കൽ റബ്ബ് ഒരുക്കി വെച്ച ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിക്കുക, നിങ്ങൾ ധൃതിപ്പെടുക. ആ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, സത്യവിശ്വാസികൾക്കാണ്, സന്മാർഗദർശിനികൾക്കാണ്, സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഞാൻ നന്മയിലൂടെ മുന്നേറിയാൽ, എൻ്റെ ജീവിതം സംശുദ്ധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ എന്നെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിസുന്ദരമായ സ്വർഗമാണ് എന്ന ബോധ്യം. ആ ബോധ്യത്തിൽ നിന്ന് ഫഫിറു ഇലല്ലാഹ്, നാം അള്ളാഹുവിലേക്ക് ഓടിയെടുക്കേണ്ടവരാണ് തിരിച്ചറിവുണ്ടാവുക. അതിൻ്റെ കൂടെ തിന്മയിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് അള്ളാഹു എനിക്ക് നിരോധിച്ച മേഖലകളൊക്കെയും എനിക്ക് നിഷിദ്ധമാണ്. മാ ലഹറ മിൻഹാ വമാ ബത്തൻ, അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ തിന്മയാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കപ്പെട്ട ഒരു വിഷയം. അതെനിക്ക് എത്രമേൽ ഇഷ്ടമാണെങ്കിലും എത്രമേൽ സ്നേഹമാണെങ്കിലും എൻ്റെ മനസ്സ് ആ വിഷയത്തോട് എത്രമാത്രം ചാഞ്ചാട്ടമാടുന്നുണ്ടെങ്കിലും പാടില്ല, അള്ളാഹ് നിരോധിച്ചതാണ് എന്ന ബോധ്യമുണ്ടാവൽ. എന്താണ് നന്മ? അള്ളാഹു നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച, അള്ളാഹു നമ്മൾ ക്ഷണിക്കുന്ന വിഷയങ്ങളാണ് നന്മ. എന്താണ് തിന്മ എന്ന ചോദ്യത്തിന് വളരെ ലഘുവായി സിമ്പിളായി നമുക്ക് മറുപടി പറയാൻ പറ്റും. പിശാച് നമ്മളെ ക്ഷണിച്ചു പോകുന്ന പാതകളാണ് തിന്മ. നാം നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വാചകം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനോട്, ഇസ്ലാമിന്റെ ദർശനങ്ങളോട്, വിശുദ്ധ ഖുർആനോട്, പ്രവാചകന്റെ അധ്യാപനങ്ങളോട് നമ്മുടെ ഇച്ഛകൾ തുല്യമാകുന്നതുവരെ. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഇവിടെ നിന്നൊരു 2 വരി പാട്ടുപാടാൻ ഉദ്ദേശിച്ചാൽ ഞാൻ ആലോചിക്കേണ്ടത് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമാകുമോ, റസൂലുള്ളാഹിക്ക് ഇഷ്ടമാകുമോ എന്നാണ്.
എനിക്ക് സ്വന്തമായി ഇഷ്ടങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല, എനിക്ക് സ്വന്തമായി അനിഷ്ടങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. എന്റെ റബ്ബ് എന്താണോ എനിക്ക് ഇഷ്ടമാകണമെന്ന് പ്രഖ്യാപിച്ചത് അതാണ് എന്റെ ജീവിതം. എന്റെ റബ്ബ് പാടില്ല എന്ന് പറഞ്ഞ ഒരു വിഷയവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന തലത്തിലേക്ക് നമ്മൾ മാറുന്നതുവരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഞാൻ ഇവിടുന്ന് ധരിക്കാൻ പോകുന്ന വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ ആലോചിക്കേണ്ടത്, ഞാൻ ഈ ധരിച്ചു നടക്കുന്ന എൻ്റെ രൂപകോലങ്ങൾ കണ്ടാൽ എൻ്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാകുമോ? എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പെരുമാറുന്ന എൻ്റെ പെരുമാറ്റം എങ്ങാനും എൻ്റെ റസൂലുള്ള കണ്ടാൽ പ്രവാചകന് ഇഷ്ടമാകുമോ? എൻ്റെ ക്യാമ്പസ് ജീവിതം എങ്ങാനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാൽ അത് പ്രവാചകന് ഇഷ്ടമാകുമോ? ആ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കാത്ത കാലത്തോളം നമ്മളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുകയില്ല എന്നർത്ഥം. നിങ്ങൾ അധികവും ക്യാമ്പസ് വിദ്യാർത്ഥികളാണ്, കലാലയ ജീവിതത്തിന്റെ മാധുര്യത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യർ. ക്യാമ്പസ് ജീവിതം ജീവിതത്തിലെ മനോഹരമായ കാലഘട്ടം തന്നെയാണ്. പക്ഷേ അവിടെ അള്ളാഹു ഏകനാണ് എന്ന ചിന്ത നമ്മുടെ വേഷവിധാനങ്ങൾ കൊണ്ട്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. എങ്ങനെയാണത് മനസ്സിലാക്കുക? സ്വഹാബാക്കൾ തൗഹീദ് പഠിച്ചപ്പോഴാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾക്ക് വിധേയരായത്. ഒരു വ്യാഴവട്ടക്കാലത്തിലേറെ, ഒരു നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലമത്രയും 13 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ച വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. സമീആയ ഒരു റബ്ബെനിക്കുണ്ടെങ്കിൽ, എല്ലാം കേൾക്കുന്ന റബ്ബെനിക്കുണ്ടെങ്കിൽ, ആ റബ്ബ് കേൾക്കാൻ പാടില്ലാത്ത ഒന്നും ഉണ്ടാകും നമുക്ക് തീരുമാനിക്കാൻ പറ്റണം. ബസീറായ അലീമായ റബ്ബന്റെ കൂടെ ഉണ്ടെങ്കിൽ, എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന റബ്ബുണ്ടെങ്കിൽ, ആ റബ്ബ് കാണാൻ പാടില്ലാത്ത, റബ്ബ് അറിയാൻ പാടില്ലാത്തൊരു ശീലവും ഒരു ബന്ധവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് പറ്റണം. ക്യാമ്പസിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ വേഷവിധാനങ്ങൾ സംസാരിക്കണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ദാലിക അദ്നാ അയ്യുറഫ്ന വലാ യുദൈൻ. നിങ്ങൾ നിങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ മാർദ്ദങ്ങളിലേക്ക് താഴ്ത്തിയിടണം. നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ അതാണ് ഉത്തമം. എന്താണ് തിരിച്ചറിയപ്പെടേണ്ടത്? എന്റെ വേഷം കണ്ട് മറ്റുള്ളവർക്ക് തോന്നണം ഞാൻ മാന്യയാണ്, ഞാൻ കുലീനയാണ്, ഞാൻ മാന്യത മുറുകെ പിടിക്കുന്നവളാണ്. എന്റെ ജീവിതത്തിന്റെ, എന്റെ നഗ്നത പോയിട്ട് എന്റെ ശരീരത്തിന്റെ ആകാര വടിവ് പോലും ഒരു മനുഷ്യനും ആസ്വദിക്കുവാൻ പോലും, ആ നോട്ടത്തിന് പോലും ഒരു അവസരം ഇട്ടുകൊടുക്കാത്തവളാണ് ഞാൻ മാന്യയാണ് എന്ന് നമ്മുടെ വേഷവിധാനം ക്യാമ്പസുകളിൽ സംസാരിക്കണം. നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് നിങ്ങൾ കുത്തമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അവനവന്റെ വേഷവിധാനങ്ങളെ കുറിച്ച് നാം ആലോചിക്കണം. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ രാത്രിയിൽ കൊച്ചിയുടെ എറണാകുളത്തിന്റെ തെരുവോരങ്ങളും രാത്രി കാഴ്ചകളും എനിക്കൊരു സുഹൃത്ത് കാണിച്ചെന്നു. ഇവിടുത്തെ ISM പ്രവർത്തകൻ നാളെ പറയാൻ പോകുമ്പോ ഈ വിഷയങ്ങളെ കുറിച്ചൊരു ബോധമുണ്ടാകണം, എന്താണ് ഈ നാട് എന്ന്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ ചുറ്റുപാടുകൾ എന്തുമാകട്ടെ, നമ്മുടെ ക്യാമ്പസിന്റെ പ്രലോഭനങ്ങൾ എന്തുമാകട്ടെ, പക്ഷെ ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ വിശ്വാസം എനിക്ക് ആദർശത്തിലൂടെ എനിക്ക് വെളിച്ചം പകരുന്നുണ്ടെങ്കിൽ അതിനോളം അജയ്യമായ ഒന്നില്ല. ആ തിരിച്ചറിവും അതാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് പറ്റണം. ക്യാമ്പസിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ചില വേലിക്കെട്ടുകളുണ്ട്, ചില വിപ്ലവകരമായ ആശയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആൺ പെൺ സൗഹൃദങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിൽ ക്യാമ്പസുകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥിനികളെ വരവേറ്റ ചില കുട്ടിപ്രസ്ഥാനങ്ങളുണ്ട്. അവർ നിങ്ങളുടെ മുമ്പിൽ കൊടുത്തുവിട്ട ചില ആശയങ്ങളുണ്ട്. ആശയം ഒരു പക്ഷെ സ്ക്രീനിൽ കാണാൻ പറ്റും. വേലികൾ തീർത്തൊരു വലയം തീർത്തിടാം. കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ കൊടുത്ത് അതിന്റെ മുൻപിൽ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു, വേലികൾ തകർത്തൊരു വലയം തീർത്തിടാം. എന്താ അതിന്റെ ആശയം? ഇവിടെ കുറെ വേലിക്കെട്ടുകളുണ്ട്. ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ല, ആണും പെണ്ണും അടിയിലിരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ സംഭവിച്ച ആകാശം ഇടിഞ്ഞു വീഴും. നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ ജീവിതം എങ്ങനെയാകണം എന്നുള്ളത് തിൽക ഹുദൂദുല്ലാഹ്, അല്ലാഹുവിന്റെ നിയമമാണ്. അന മുസ്ലിം, ഞാൻ മുസ്ലിമാണ്. ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 5 നേരം പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവിന് കീഴൊതുങ്ങിയവൻ,
എന്റെ ജീവിതത്തിൽ എന്റെ ഇഷ്ടങ്ങളെക്കാളേറെ, എന്റെ താല്പര്യങ്ങളെക്കാളേറെ, എന്റെ ആഗ്രഹങ്ങളെക്കാളേറെ, എന്റെ സ്വപ്നങ്ങളെക്കാളേറെ എനിക്കിഷ്ടം, എനിക്കു പ്രിയം, എനിക്കു സ്നേഹം, എനിക്ക് ആവശ്യം അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പ്രഖ്യാപിക്കുന്നവർ, എങ്കിൽ എന്റെ റബ്ബ് എന്റെ ജീവിതത്തിൽ അതിർവരമ്പുകൾ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ നന്മക്ക് വേണ്ടിയാണ് തിരിച്ചറിയാൻ പറ്റണം. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്ന നമ്മുടെ കൂട്ടുകാർ തിരിച്ചു ചോദിക്കണം. ഒരു പെൺകുട്ടി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുമോ? എങ്കിലത് ക്രൂരതയില്ല, അത് തിന്മയല്ല നമ്മൾ പറയുന്നുണ്ടോ? ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണ് പ്രശ്നം? ആണിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തുല്യമാണോ? അല്ല. സൈക്കോളജിക്കലി, ഫിസിക്കലി, മെന്റലി, ഹോർമോണിക്കലി എല്ലാം ആണും പെണ്ണും വ്യത്യസ്തരാണ്. ഒരാണിന്റെ മടിയിൽ പെണ്ണിരുന്നാൽ പെണ്ണിനൊന്നും തോന്നാൻ പോകുന്നില്ലെങ്കിൽ ആണിന് എല്ലാ വൈകാരികതകളും അനുഭവപ്പെടും. ഒരു സിംഹത്തിന്റെ മടിയിൽ ഇങ്ങനെ ഒരു മാന് കയറി ഇരുന്നിട്ട് മാന് പറയാ എനിക്കൊന്നും തോന്നണില്ല, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സിംഹത്തിന്റെ മനസ്സിലാണ് എല്ലാ തോന്നലുകളും. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ചതിക്കുഴികളിൽ പെട്ടുപോകുന്നു നമ്മൾ. ക്യാമ്പസുകൾ ലിബറലിസത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ മതമായി ലിബറലിസം മാറിയ ഒരു കാലഘട്ടത്തിൽ എന്താ ലിബറലിസം? താന്തോന്നിത്തരം എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ മലയാളീകരിക്കാം. തനിക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക എന്ന് തീരുമാനിച്ചവർ. സ്വാതന്ത്ര്യം, സമത്വം, അവകാശം എന്ന 3 മനോഹരമായ പ്രമേയങ്ങളിൽ അവർ നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലായിടത്തും സ്വാതന്ത്ര്യം, എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവർക്കും സമത്വം, എല്ലാവർക്കും കൃത്യമായ അവകാശം. അല്ല, റാഡിക്കൽ ഇൻഡിവിജ്വലിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അത് വേറെ ഒരാളെ ബാധിക്കുന്നില്ലെങ്കിൽ അത് തിന്മയായിക്കോട്ടെ നന്മയായിക്കോട്ടെ എന്നെ ആരും എതിർക്കേണ്ടതില്ല എന്ന അപകടകരമായ വാഗ്വാദം. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ചിന്ത എന്താണ്? ഇതൊരു മെറ്റീരിയലിസമാണ്. പദാർത്ഥ ലോകം, ഈ കാണുന്ന ലോകം മാത്രമേ ഉള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ലോകമില്ല എന്നവർ പ്രഖ്യാപിച്ചു. അർത്ഥശൂന്യമാണ് ജീവിതമെന്ന് പ്രഖ്യാപിച്ചു. മരണത്തിനപ്പുറം വേറെ ലോകമില്ല എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ഫാസിസത്തെക്കാളും അപകടകാരിയായ ഒന്ന്. ഫാസിസം ഒരു കൊല്ലം 10-30 ആളുകളെ കൊല്ലുള്ളൂ. സിംഹമാണോ കൊതുകാണോ ഏറ്റവും വലിയ അപകടകാരി ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താ? കൊതുക. പെട്ടെന്ന് കേൾക്കുമ്പോൾ സിംഹമാണ് എന്ന് തോന്നും. പക്ഷേ ഒരു സിംഹത്തിന്റെ ആക്രമണം മൂലം ഒരു വർഷം മരണപ്പെടുന്ന ആൾക്കാർ കുറവാ. കൊതുക് അങ്ങനെയല്ല. ലിബറലിസം ഇങ്ങനെയാണ്. നമ്മളറിയാതെ നമ്മുടെ ചിന്തകളെ ഹൈജാക്ക് ചെയ്യും. നമ്മുടെ ചിന്തകളിൽ നിന്ന് മതത്തെ വലിച്ചൂരി നമ്മളെ ഒരു നന്മയുമില്ലാത്ത മനുഷ്യനാക്കി നമ്മളെ മാറ്റും. എന്നാൽ അവർ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന മുദ്രാവാക്യം എന്താണ്? മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാകൂ എന്നാണ്. അവർ നിങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുന്ന ഒരു സെക്ഷുവാലിറ്റി ഉണ്ട്. ലവ് ഈസ് ലവ്. സ്നേഹം സ്നേഹമാണ്. പ്രണയത്തിന് മേൽ ആര് വരച്ചു ലിംഗാതിർത്തികൾ? ഈ ലോകം എല്ലാവരുടേതുമാണ്. കേൾക്കുമ്പോൾ നമ്മൾക്ക് മനോഹരമായ ആശയമായി തോന്നാം. പ്രണയത്തിന് മേൽ ആര് വരച്ചു ലിംഗാതിർത്തികൾ? ഈ ലോകം എല്ലാവരുടേതുമാണ്. ആരാണ് ആണും പെണ്ണുമാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചത്? അങ്ങനെയല്ല. നിങ്ങൾക്കാരുമായിട്ട് വിവാഹം കഴിക്കാം, നിങ്ങൾക്കാരുമായിട്ട് രതിയിലേർപ്പെടാം. അതാരുമായിക്കോട്ടെ, അതാണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, കുഞ്ഞുമക്കളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, നിങ്ങൾക്കാരുമായി തോന്നുന്നുവോ അവരുമായി നിങ്ങൾ ജീവിതം ആസ്വദിക്കൂ എന്ന വൃത്തികെട്ട വാദം ലോകത്തേക്ക് പടച്ചുവിട്ടു ലിബറലുകൾ. അതിന്റെ ആശയങ്ങളെ പിൻപറ്റാൻ തുടങ്ങി സമൂഹം. എന്തിനേറെ 9ാം ക്ലാസ്സിലെ ബയോളജിയുടെയും സോഷ്യോളജിയുടെയും 2ാം ഭാഗം ടെക്സ്റ്റ് ബുക്ക് മറിച്ചാൽ നമ്മുടെ മക്കൾ പഠിക്കാൻ തുടങ്ങി. ആണും പെണ്ണും മാത്രമല്ല വിവാഹം കഴിക്കേണ്ടത്, ആണും വിവാഹം കഴിക്കട്ടെ, പെണ്ണും വിവാഹം കഴിക്കട്ടെ. ഇനി ഒരു ആണിനെ അവനെന്നോ പെണ്ണിനെ അവളെന്നോ വിളിക്കേണ്ടതില്ല, അവരൊന്ന് വിളിച്ചാൽ മതി എന്ന് പറയാനും പഠിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ചെയ്യാൻ ഏറെ ദൗത്യങ്ങളുണ്ട്. കുടുംബം എന്ന സംവിധാനത്തെ പൂർണ്ണമായി തകർക്കുന്നവർ, എന്തിനാണ് കുടുംബം എന്ന ചിന്താഗതി എന്ന് കൊണ്ടു നടക്കുന്നവർ, എന്തിനാണ് വയസ്സന്മാരായ മാതാപിതാക്കൾ നിങ്ങൾ പരിപാലിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടി ബന്ധപ്പെട്ട ഉൽപ്പന്നമായി ഉണ്ടായ ഒരു കാരണം കൊണ്ട് മാതാപിതാക്കൾ ജീവിതകാലം മുഴുവൻ എന്തിനാണ് നിങ്ങൾ പരിപാലിക്കുന്നതെന്ന വൃത്തികെട്ട ചിന്തകൾ, വിഷച്ചിന്തകൾ നമ്മുടെ തലച്ചോറിലേക്ക് കൊത്തിവെക്കുന്നവർ. നാം ആലോചിക്കേണ്ടത്, എന്റെ മാതാപിതാക്കളെ ഞാൻ എന്തിനു സ്നേഹിക്കണം? അത് ലോകത്തെ ഏതെങ്കിലും മനുഷ്യൻ പഠിപ്പിച്ച വചകമല്ല. എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിച്ച അള്ളാഹുവിന്റെ കൽപ്പനയാണത്.
വഖലാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നതും അല്ലാഹുവിന്റെ കൽപ്പനയാണ്. എന്റെ മാതാപിതാക്കളുടെ തൃപ്തി, അതിലാണ് എന്റെ സ്വർഗം, അതിലാണ് എന്റെ നന്മ. അവരെ പ്രാർത്ഥന കൊണ്ടാണ് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ ജീവിതം സംശുദ്ധമായി മുന്നോട്ട് പോകുന്ന പറയാനും പ്രഖ്യാപിക്കാനും പറ്റണം. എന്റെ ഭാരം പേറിയ ഉമ്മ, എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച ഉമ്മ, എന്റെ മാലിന്യങ്ങൾ കഴുകി തുടച്ച ഉമ്മ, എഞ്ഞും ഇരുന്നും ഞാൻ മുന്നോട്ട് പോയപ്പോ എന്റെ ആയുർ ദൈർഘ്യത്തിന്റെ ഘട്ടങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച എനിക്ക് കൂട്ടായി നിന്ന എന്റെ ഉമ്മ, എന്നെ തലയിൽ ഗർഭം ചുമന്ന എന്റെ ഉപ്പ, രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം പകലന്തിയോളം പണിയെടുത്ത് തിരിച്ചു വന്ന് എനിക്ക് വേണ്ടി ജീവിതത്തിന്റെ ആയുസ് മാറ്റി വെച്ച എന്റെ വാപ്പ, ആ വാപ്പയെയും ഉമ്മയെയും ഞാൻ പരിപാലിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കാൻ അവർക്കെന്തു ന്യായം? അത് പറയാൻ താൻ ആരാണോ എന്ന് പ്രഖ്യാപിക്കാൻ ആർജവമുള്ളവരാകാൻ നമ്മൾക്ക് പറ്റണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന പ്രാർത്ഥന നമ്മൾ അവസാനമായിട്ട് എന്നാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, ഉമ്മയുടെയും ബാപ്പയുടെയും നന്മകൾ നമ്മൾ പറയണം. കൂട്ടുകാർ ചെയ്ത നന്മകൾ നമ്മൾക്ക് വാതോരാതെ പറയാനുണ്ട്. കൂട്ടുകാരികൾ ചെയ്ത സഹായങ്ങൾ നമ്മൾക്ക് എടുത്തെടുത്തോർക്കാനുണ്ട്. എത്ര എണ്ണം നമ്മൾക്ക് എണ്ണി പറയാനുണ്ടതിൽ? 4-5 കാരണങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ചങ്കത്തിയുമായി, നമ്മുടെ ബെസ്റ്റിയുമായുള്ള ബന്ധങ്ങളൊക്കെ തീർന്നു. പക്ഷെ നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ബാപ്പയുമായുള്ള നിങ്ങളുടെ ബന്ധവും അവർ നിങ്ങൾക്ക് ചെയ്ത സഹായങ്ങളും നിങ്ങൾ എടുത്തെണ്ണി നോക്കിയാൽ എത്ര തീരും? എത്ര എണ്ണി കണക്കാക്കാൻ പറ്റും? നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഒന്ന് ആലോചിക്കുക. ഉമ്മയോളം പോകുന്ന മറ്റാരുണ്ട്? ബാപ്പയോളം നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന മറ്റാരുണ്ട്? എന്താണ് നിർഭയത്വം? ഉപ്പയുടെ ചെരുപ്പ് വീടിന്റെ പുറത്തു കാണലാണ് നിർഭയത്വം. ഉപ്പയുടെ ചെരുപ്പ് വീടിന്റെ പുറത്തു കാണലാണ് നിർഭയത്വം. ഉമ്മ കൂടെയുണ്ടാകുന്ന സമയം, ബാപ്പ കൂടെയുള്ള സമയം, ബാപ്പാക്കും ഉമ്മാക്കും നിങ്ങളുടെ ജീവിതം കൊണ്ട് തോന്നണം, എന്റെ മകൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, അവളുടെ പെരുമാറ്റം കണ്ടാൽ അറിയാം, അവളുടെ സ്വഭാവം കണ്ടാൽ അറിയാം, അവൾ എന്നോട് ഇടപഴകുന്ന ഇടപഴകൽ കണ്ടാൽ അറിയാമെന്ന് സ്വന്തം മാതാപിതാക്കൾക്ക് തോന്നണം. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, നിങ്ങളുടെ ഉമ്മയും ബാപ്പയും നിങ്ങളോട് എങ്ങനെ പെരുമാറാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? നിങ്ങളുടെ എല്ലാ കാര്യവും ഇങ്ങനെ ചെയ്തു തരിക, നിങ്ങളോടൊന്നും സംസാരിക്കാതെ വെക്കുക, ഇതെനിക്ക് ഇഷ്ടം അല്ല. ഒരു മകൻ മകൾ എന്ന നിലയിൽ നമ്മളിൽ നമ്മുടെ മാതാപിതാക്കളും അതാ പ്രതീക്ഷിക്കണേ. നമ്മളിങ്ങനെ ഓരോ കാര്യം വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്ന അപ്പുറം ഉമ്മയോടും ബാപ്പയോടും സംസാരിക്കണം. ഉമ്മ സുഖല്ലേ? ബാപ്പ എന്താ വിശേഷം? ബാപ്പാക്ക് രോഗമുണ്ടോ? ബാപ്പാക്ക് പ്രയാസമുണ്ടോ? നമ്മൾ അവസാനം ചോദിച്ചെന്നാ? ബാപ്പാന്റെ കൈ അവസാനം പോയി പിടിച്ചെന്നാ? ഉമ്മാക്കൊരു ചുംബനം കൊടുത്തെന്നാ? നമ്മൾ ഗൗരവത്തിൽ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, ഉപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാകൂ എന്ന് പ്രഖ്യാപിക്കുന്ന ലിബറലോട് നമ്മൾക്ക് പറയാൻ പറ്റണം, മനുഷ്യനായ എന്നെ എല്ലാ നന്മയും പഠിപ്പിച്ചത് ഈ മതമാണ്, മതമൂല്യങ്ങളാണ് എന്ന് പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ആത്മാർത്ഥമായിട്ടത് പ്രഖ്യാപിക്കാൻ പറ്റണം. കൂടെയുള്ളവർക്ക് താങ്ങും തണലുമാകാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മുടെ ഉമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ വയസ്സ് റസൂലുള്ളാഹി പറഞ്ഞ ആയുസ്സെന്ന് ഇങ്ങനെ കുറച്ചു നോക്കി. ഇനി എത്ര കൊല്ലം ബാക്കിയുണ്ട്? 10 കൊല്ലമുണ്ടോ? 5 കൊല്ലമുണ്ടോ? 3 കൊല്ലമുണ്ടോ? എങ്കിൽ എന്തിനാ മക്കളെ അവനാന്റെ ഉമ്മാനും ബാപ്പാനും വെറുപ്പിക്കണേ? ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും പ്രാർത്ഥന ഇനി എത്ര കൊല്ലം നമ്മൾ കിട്ടും? ആ ഉമ്മയിലൂടെയും ബാപ്പയിലൂടെയും സ്വർഗം നേടാനുള്ള അവസരം എത്ര കൊല്ലം നമ്മൾക്കുണ്ടാവും? ആ ഉമ്മയെയും ബാപ്പയെയും പരിപാലിക്കാനുള്ള അവസരം ഇനി എത്ര വർഷം ബാക്കിയുണ്ടാവും? സ്വയം അവനെ നന്നായിട്ട് ആലോചിച്ച് നോക്ക്. ലിബറലുകൾ പറയുന്നു, മാതാപിതാക്കളെ പരിചരിക്കേണ്ടതില്ല, പോയി വല്ല വൃദ്ധസദനങ്ങളും കൊണ്ടുപോയി തള്ളിയേക്കൂ എന്ന് പറയുന്നവരെ മുമ്പിൽ ആർജവത്തോടെ പറയണം, എന്റെ വയറ്റിൽ കാണുന്ന പൊക്കിൾ എനിക്കൊരടയാളമാണ്, ഞാൻ വെറുതെ ഉണ്ടായതല്ല, എന്നെ പരിപാലിച്ചവൾ, എന്നെ സ്നേഹിച്ചവൻ, കരുതലായവൾ, താങ്ങായവൾ, തണലായവൾ. നിങ്ങൾ പറയുന്നൊരു വർത്തമാനത്തിന്റെ പേരിൽ ഉപേക്ഷിക്കാനാവില്ല എനിക്കെന്ന് പറയാൻ സമൂഹത്തെ പഠിപ്പിക്കാൻ നമ്മൾക്ക് പറ്റണം. വിവാഹമെന്നാൽ അടിമത്തമാണ് എന്ന ചിന്ത നിങ്ങളിലേക്ക് അവർ കൊത്തിവെക്കും. നിങ്ങൾ അടിമയായി ജീവിക്കേണ്ടി വരുമെന്ന് പറയും അവർ.
ഗാമോഫോബിയ, വിവാഹം കഴിക്കാൻ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് ഭയമുണ്ടായി കൊടുത്തു. വിവാഹം അതിസുന്ദരമായ ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റണം. നിങ്ങളുടെ ഉമ്മമാരൊക്കെയും നിങ്ങളുടെ വീട്ടിൽ അടിമകളായിട്ടാണോ ജീവിക്കുന്ന ചോദ്യം നിങ്ങൾ മറുത്തു ചോദിക്കണം. എന്നിട്ട് കുടുംബം എന്ന വ്യവസ്ഥയെ അതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി മനോഹരമാക്കാൻ അതിന് മുന്നിൽ നടക്കാൻ കഴിയുന്നവരാകണം. അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ചോയ്സ്? നിങ്ങൾ ആത്മാർത്ഥം ആലോചിച്ച് നോക്ക്, ഏതാ നിങ്ങളുടെ ചോയ്സ്? പലരും പറയും അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്ന നേരം കൊണ്ടുള്ള വിവാഹമല്ലേ? അല്ല, ഫാളിങ് ലവ് എന്നാ പറയാ, പ്രണയത്തിൽ, ഫാൾ ഇൻ ലവ്, പ്രണയത്തിൽ വീണു പോകൽ. പിന്നെ അവിടെ വേറെ ആലോചനക്കൊന്നും സ്ഥാനമില്ല. ഒത്തുപോകോ, ഒരുമിച്ച് പോകോ, കുടുംബം റെഡിയാകോ, സാമ്പത്തികം റെഡിയാകോ, ഒന്നും അവിടെ ആലോചനകളില്ല. കെട്ടി ദൗർഭാഗ്യവശാൽ കുടുങ്ങിയിട്ട് കെട്ടുക. അറേഞ്ച്ഡ് മാരേജ് അതല്ലല്ലോ. നമ്മൾക്ക് കൃത്യമായ ഫുൾ ചോയ്സ് നമ്മുടേതാ. ഞാനുമായിട്ട് ഒത്തുപോകോ, സ്വഭാവം, പെരുമാറ്റം, കുടുംബം, മാതാപിതാക്കൾ, സാമ്പത്തികം, തറവാടിത്തം എല്ലാം ചോയ്സാ. ഏതാണ് നമ്മൾക്ക് വേണ്ടത് തീരുമാനിക്കുക. മാതാപിതാക്കൾ അറിയാൻ പാടില്ലാത്ത ഒരു ബന്ധവും ഒരു ശീലവും നമ്മൾക്കില്ലാതെയായാൽ നമ്മൾക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാകും, നമ്മൾക്ക് സമാധാനം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ മലീമസമായി കൊണ്ടിരിക്കുമ്പോൾ നന്മയുടെ വാഹകരാകാൻ നമ്മൾ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. നന്മയുടെ മുന്നിൽ നടക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. അതിനാദ്യം ചെയ്യേണ്ട വിഷയം അവനവന്റെ ചുറ്റുപാടുകൾ നന്നാക്കുക എന്നുള്ളതാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരുവൻ അവന്റെ കൂട്ടുകാരത്തിന്റെ മതത്തിലായിരിക്കുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ. എന്റെ കൂട്ടുകെട്ട് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും എന്റെ ജീവിതം. എങ്കിൽ ഞാൻ കൂട്ടുകൂടുന്ന എന്റെ സഹപാഠിനികളുടെ സ്വഭാവം എന്ത്, അവരെ പെരുമാറ്റം എന്ത്, അവർ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങൾ എന്ത് എന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം. സ്വഹാബാക്കളെ പരിവർത്തിപ്പിച്ച പരിവർത്തനത്തിന്റെ ആശയങ്ങൾ എന്താണോ, ആ സംഹിതകൾ എന്താണോ, ആ മൂല്യം എന്താണോ, അത് നമ്മുടെ കയ്യിൽ ഇന്നുമുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായം 2-ാമത്തെ വചനം. അവരെ റസൂലുള്ളാഹി സംസ്കരിച്ചു, അവർക്ക് തത്വജ്ഞാനം പഠിപ്പിച്ചു, അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചെങ്കിൽ ആ വേദഗ്രന്ഥം നമ്മുടെ കൈകളിലുണ്ട്. ഒന്ന് ആത്മാർത്ഥമായിട്ട് എടുത്തു മറിക്കാൻ ആരംഭിച്ചാൽ, ഒന്ന് വായിക്കാൻ ആരംഭിച്ചാൽ, നമ്മൾക്ക് 700 പേജ് നോവൽ വായിക്കാൻ ഒരാഴ്ച സമയം മതി. 2 മണിക്കൂർ സിനിമയ്ക്ക് വേണ്ടി സമയം തള്ളി നീക്കുന്നവരെ, റീലുകളിൽ സമയം തള്ളി നീക്കുന്നവരെ, 1300 പേജ് മാത്രമുള്ള വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഒരാവർത്തി എടുത്തു വായിക്കാൻ കഴിഞ്ഞ 10-18 വർഷമായി നമ്മൾക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മളെ കുറിച്ചൊന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്ക്. 1-ാം ക്ലാസ് മുതൽ +2, ഡിഗ്രി, PG, PhD പറഞ്ഞ് നമ്മൾ ദുനിയാവിന്റെ ജോലിക്ക് വേണ്ടി 10-30 കൊല്ലം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോ നമസ്കാരത്തിന്റെ പ്രാർത്ഥന പഠിക്കാൻ നമ്മൾ എത്ര കൊല്ലം മാറ്റിവെച്ചു? അവനവന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ ആ മരണാനന്തര കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എത്ര പേർക്കറിയാം? ഉമ്മാന്റെ വയറ്റിന്റെ അവിടെ പോയി ഇന്ന് ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ലഫ്ള് ബൈ ലഫ്ള് ആശയം പറഞ്ഞ എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ആത്മാർത്ഥമായിരുന്ന വിഷയം പഠിച്ച എത്ര സഹോദരിമാർ ഈ കൂട്ടത്തിലുണ്ട്? നാം നമ്മളെ കുറിച്ച് ആലോചിക്ക്. എനിക്കെന്തറിയാം? എനിക്കിനിയും ഒരുപാട് അറിയാനുണ്ടല്ലോ, ഞാൻ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ ജീവിതത്തിന്റെ ഇസ്സത്തായി കാണാൻ നമ്മൾക്ക് സാധിക്കണം. അത് കളിയാക്കിക്കോട്ടെ, ആളുകൾ പരിഹസിക്കട്ടെ, കുത്തുവാക്കൾ പറയട്ടെ, ആക്ഷേപിക്കട്ടെ, എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിഷ്ടം, എനിക്ക് പ്രിയം, എന്റെ ഇസ്സത്ത് പറയണം, പ്രഖ്യാപിക്കണം. അള്ളാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥമായ മാർഗദർശനം. ആ മാർഗദർശനത്തിന്റെ മാർഗത്തിൽ ഞാൻ ഉണ്ടാകും. അത് ആരെന്നെ കളിയാക്കിയാലും, ആരെന്നെ അവഹേളിച്ചാലും, ആരൊറ്റപ്പെടുത്തിയാലും, ആര് കുറ്റപ്പെടുത്തിയാലും, ആര് ബഹിഷ്കരിച്ചാലും, ക്യാമ്പസിന്റെ വരാന്തകളിൽ ഒറ്റക്കൊറ്റക്ക് നടന്നു പോകേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായാലും എനിക്ക് മുന്നിൽ മാതൃകയുണ്ട്. ഫറോവയുടെ കിങ്കരന്മാർക്ക് മുമ്പിൽ തോറ്റുപോകാത്ത ആസിയ ബീവിയുടെ പിൻഗാമികളെ, കുന്തമുനകൾക്ക് മുന്നിൽ തോറ്റുപോകാത്ത സുമയ്യ ബീവിയുടെ പിൻഗാമികളെ, മരുഭൂമിയുടെ മരുപ്പച്ചയിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഒറ്റക്കോടിയ ഹാജറിന്റെ പിൻഗാമികളെ, ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ ലോകം മുഴുവൻ ഇസ്ലാമെന്ന് അയഞ്ഞ് എല്ലാവരും ലൂസായിക്കൊണ്ടിരിക്കുമ്പോ ഈ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം, അനുഭവിക്കണം, സുഖിക്കണം, രമിക്കണം എന്ന ലിബറൽ വാദങ്ങൾ നമ്മൾ നാൾക്കുനാൾ ചുറ്റുഭാഗത്തുകൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ
എന്തൊക്കെ വന്നാലും ആര് കൂടെയില്ലെങ്കിലും എനിക്കിഷ്ടം, ഞാൻ ഉണ്ടാകും, എന്റെ ഇസ്സത്ത് അത് ഇസ്ലാമാണെന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. ക്യാമ്പസുകളിൽ ഇസ്ലാമേതരമായ വിഷയങ്ങൾ പഠിച്ചാലും നിങ്ങൾക്കൊരു കൂട്ടുകെട്ടുണ്ടാകണം. ആ കൂട്ടുകെട്ടിൽ നന്മകൾ ചർച്ച ചെയ്യപ്പെടണം. ഇസ്ലാമാണ് ശരി, നാം പഠിച്ച വിഷയങ്ങളിൽ ഇന്ന അബദ്ധങ്ങളുണ്ട്, അത് തിരുത്തപ്പെടേണ്ടതുണ്ട്, നമ്മൾക്കൊന്ന് ഒരുമിച്ചിരിക്കണം, ഈ സന്ദേശം ഒന്ന് സമൂഹത്തെ പഠിപ്പിക്കണം, നമ്മുടെ അനിയത്തിമാരെ പഠിപ്പിക്കണം എന്ന് പറയാൻ, പ്രഖ്യാപിക്കാൻ ഒരു കൂട്ടായ്മ നിങ്ങളിൽ നിന്നുണ്ടാകണം. അതാണ് MGM, അതാണ് സ്റ്റുഡൻസ് വിങ്. ആ കൂട്ടുകെട്ടിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നന്മയിലൂടെ മുന്നേറുവാൻ പറ്റും. തആവനൂ അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയിൽ പരസ്പരം കൈകോർക്കുന്നവരാകണം, തിന്മക്ക് വേണ്ടി കുടപിടിക്കുന്ന മനുഷ്യരാകരുത്. ക്യാമ്പസുകൾ പ്രഖ്യാപിക്കാൻ നമ്മൾക്ക് പറ്റണം, ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനില്ല, എന്തുകൊണ്ടില്ല, എന്റെ റബ്ബ് അത് ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്, എനിക്ക് നിഷിദ്ധമായത് കൊണ്ട് ഞാനില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്നവരാവുക. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രവാചകന്റെ സ്വഹാബാക്കൾ അവർ പറയുന്നൊരു വർത്തമാനമുണ്ട് ചരിത്രത്തിൽ. പ്രവാചകരെ, ഞങ്ങൾക്ക് ദുനിയാവിന്റെ പളപളപ്പുകൾ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ ആഭരണങ്ങൾ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ ആയുധങ്ങൾ ആവശ്യമില്ല, ഈ ദുനിയാവിന്റെ എല്ലാ രസങ്ങളെക്കാളും ഏറെ ഞങ്ങൾക്കിഷ്ടം റസൂലേ താങ്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ്, താങ്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് ഈ ദുനിയാവിന്റെ എല്ലാ രസങ്ങളെക്കാളും ഞങ്ങൾക്കിഷ്ടം. ആ ഈമാനാണ് പ്രിയപ്പെട്ടവരെ, ആ ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ നമ്മളെ പ്രാപ്തമാക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുക, വിശ്വാസം ശക്തിപ്പെടുത്തുക, നല്ല കൂട്ടുകാരെ കണ്ടെത്തുക. എന്തു വന്നാലും ഇസ്ലാമിലായിക്കൊണ്ട് ക്യാമ്പസിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമ്മൾ മുസ്ലിമാണെങ്കിൽ, മുസ്ലിമത്താണെങ്കിൽ 3 കൊല്ലത്തെയോ 5 കൊല്ലത്തെയോ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ മുസ്ലിമാണ് എന്നുറപ്പിക്കാൻ, ആ ഇസ്ലാം നമ്മുടെ കൂടെയുണ്ട് എന്നുറപ്പിക്കാൻ ഒരു നന്മയുടെ വലയം നാം തീർക്കുക. അതിന് അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.